എന്നും സ്നേഹത്തിനായി കൊതിച്ച ഈ നേത്രങ്ങൾ, ഒരൽപ്പം അഭിനന്ദനം ആഗ്രഹിച്ചു പോയ ഈ കരങ്ങൾ. കർണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. കർണനെ അത്ര ഇഷ്ടമാണോ? കർണനെ ഞാൻ ആക്ച്വലി ആ ഒരു സീൻ എനിക്കും നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴും സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. അപ്പം അത് ഞാൻ ഇങ്ങനെ റീൽസിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് കണ്ടപ്പം ഇത് കൊള്ളാലോ, ഒന്ന് ചെയ്ത് നോക്കിയാലോ, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഞാൻ ഈ ശിവൻ്റെ ചെയ്യുന്ന കാരണം എല്ലാവർക്കും ബ്രോ ശിവന്റെ വോയിസ് ആണ് ആപ്റ്റ്, ഒരിക്കലും കൃഷ്ണൻ ഓക്കില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തോ എല്ലാവർക്കും ഇഷ്ടമായി. എന്നുവെച്ചാ കർണൻ എന്ന് പറയുന്ന ഒരാളിങ്ങനെ മരിച്ചു കിടക്കും, ആ യോദ്ധാവ് മരിച്ചു കിടക്കും, കൃഷ്ണൻ പറയുന്ന ഇമോഷണൽ സീനാണ്. അതെ, എന്ന് വെച്ചാ ആരിൽ നിന്നും പരിഗണനയോ ഒരു നന്ദി വാക്കുകളോ അഭിനന്ദനോ ഒന്നും കിട്ടാത്ത ഒരാളാണ് കർണൻ. ശരിക്കും പറഞ്ഞ ആ വോയിസും അതിൽ വന്നപ്പോ എനിക്ക് തോന്നുന്ന ആ ഒരു കർണൻ ആ മരിച്ചു കിടക്കുന്ന സീനിൽ ആ ഒരു ഇമോഷണൽ ആയിട്ട് അത്രയും പറഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ, എനിക്ക് അറിഞ്ഞൂടാ ഗൂസ് ബംസ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് കിട്ടി. പിന്നെ ഈ നെഞ്ച് കവചമില്ലാതെ പോലും അഭേദ്യമായി നിലനിന്നു. ഇന്ന് നിന്നോടൊപ്പം ഇവയെല്ലാം നിലച്ചിരിക്കുന്നു കർണ. എന്നാൽ നിന്റെ പരാക്രമവും ശൗര്യവും ആകാശത്തിലെ സൂര്യനെ പോലെ എക്കാലത്തും പ്രകാശിച്ചു നിൽക്കും.